കേരളം നോക്കുകൂലി കൊണ്ട് നശിച്ചു പോയ സംസ്ഥാനം. കേരളത്തെ അപമാനിച്ച് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയകളുടെ തലക്കെട്ടാണ്. അപമാനമോ? ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യത്തെ കാര്യം, നമുക്ക് ഈ ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ലൈവായിട്ട് അത് കാണാനായിട്ടുള്ള സംവിധാനം ഉണ്ടല്ലോ. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ശരിക്കും പറഞ്ഞാൽ ഈ കേരളത്തിലെ MP-മാര്, പ്രത്യേകിച്ച് രാജ്യസഭയിൽ, നിങ്ങൾ എന്തിനാ അവിടെ പോയിരിക്കുന്നത്? നിങ്ങൾ നയപരമായി നിങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിച്ച് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കേരളത്തിന് ലഭിക്കേണ്ട ന്യായമായ ആവശ്യങ്ങൾ മേടിച്ചെടുക്കാനാണോ, അതോ അവിടെ ചെന്ന് അവരെ സംസാരിക്കാൻ സമ്മതിക്കാതെ അലമ്പുണ്ടാക്കി കച്ചറ ഉണ്ടാക്കി തുണി നോക്കി കാണിക്കാനാണോ നിങ്ങൾ അങ്ങോട്ട് വിട്ടിരിക്കുന്നത്? സന്തോഷ് കുമാർ MP-യോട് നിർമ്മല സീതാരാമൻ പറയുകയാണ്, ഡോണ്ട് പുട്ട് വേർഡ്സ് ഇൻ മൈ മൗത്ത് സന്തോഷ് കുമാർ എന്ന്. നാണമുണ്ടോ? നാണമുണ്ടോ അവരുടെ വായിൽ നിന്ന് ഇത്രയും പൊളിച്ചത് നിങ്ങൾ ഇങ്ങനെ കേൾക്കാൻ? നാട്ടുകാർ മൊത്തം കാണും. ഞങ്ങളെ അപമാനിക്കാനാണോ നിങ്ങൾ അവിടെ പോയിരിക്കുന്നത്? അവർ പറയാനുള്ളത് കേട്ടിട്ട് എന്തെങ്കിലും ഗണ്ണിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞൂടെ? അത് കൂടാതെ നിങ്ങൾ എന്തിനാ കിടന്ന് ഇങ്ങനെ ബഹളം വെക്കുന്നത്? ആ സ്പീക്കർ പോലും പാത്തറ്റിക് ആയിട്ടാ പറയുന്നത്. നിങ്ങൾ സംസാരിക്കണമെങ്കിൽ എന്റെ അനുവാദം വേണം, മിണ്ടാതിരിക്കുന്നത്. എന്തിനാണ് നാണം കെടുത്തുന്നത് കേരള ജനതയെ നിങ്ങൾ? പിന്നെ നോക്കുകൂലി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പൊ നാണക്കേടായോ? ഒരു കാലത്ത് ഇപ്പോഴും കേരളത്തിൽ അത് നിലനിന്നു പോകുന്ന സംഗതിയാ. അതിനെതിരെ ഓർഡിനൻസ് ഇറക്കിയ സംസ്ഥാനമാണെന്നൊക്കെ നിങ്ങൾക്ക് തള്ളാം. അങ്ങനെ പേപ്പറിൽ പലതും വന്നു കാണും. അതൊന്നും ഇവിടെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഇപ്പോഴും ഒരു സാധനം വീട്ടിലോട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് ഈ യൂണിയൻകാരുടെ കാല് പിടിച്ച് കിടക്കുന്ന വീട്ടുകാർ തന്നെ ഇവിടെ ഉള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് പറയുന്നത് അപമാനമാണെങ്കിൽ ചെയ്യുന്നത് അപമാനമല്ല. നിങ്ങൾ ഇത്ര നാളും ചെയ്തുകൊണ്ടിരുന്ന ഈ അപമാനമായിട്ടുള്ള കാര്യം തന്നെയാന്നേ. വേറൊരാൾ വിളിച്ചു പറയുമ്പോൾ മാത്രമാണോ നിങ്ങൾക്ക് ഈ അപമാന ബോധമൊക്കെ പൊന്തി വരുന്നത്? തലകുനിച്ചോ? നിങ്ങൾ ചെയ്ത കാര്യങ്ങളായത്. അതുകൊണ്ട് മിണ്ടാതെ നിന്നേക്കുക. കൂടുതൽ ഒന്നും ഇതിൽ സംസാരിക്കാനില്ല.